Dear children, we are discussing Social Science 2nd Chapter 6, Economic Growth and Economic Development. In our last class, we discussed about difference between economic growth and economic development. Today, we are discussing development indices. Countries are classified into developed and developing nations. What is the basis for this classification? How can we identify whether a country has developed? There are certain recognized indices used to measure and assess economic development. ലോകരാജ്യങ്ങളെ ഡെവലപ്ഡ് നേഷൻസ് എന്നും ഡെവലപ്പിംഗ് നേഷൻസ് എന്നും രണ്ടായിട്ട് തിരിക്കാറുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഒരു രാജ്യം ഡെവലപ്ഡ് നേഷനാണോ ഡെവലപ്പിംഗ് നേഷനാണോ എന്നെല്ലാം വിലയിരുത്തുക? കുറേ റോഡുകളും കെട്ടിടങ്ങളും ഉണ്ടായാൽ മാത്രം വികസനം എന്ന് പറയാനായിട്ട് സാധിക്കുമോ? സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നേടിയോ എന്ന് കണക്കാക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഓരോ വർഷങ്ങളിലും ഈ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെയാണ് ഡെവലപ്മെൻറ്റ് ഇൻഡീസസ് എന്ന് വിളിക്കുന്നത്. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻഡീസസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദി ചാർട്ട് ഗിവൺ ബിലോ. ഡെവലപ്മെൻറ്റ് ഇൻഡീസസ്: പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇങ്ങനെയുള്ള സൂചികകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു രാജ്യം വികസിത രാജ്യമാണോ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണോ എന്നെല്ലാം മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പെർ ക്യാപിറ്റ ഇൻകം. Among development indices, per capita income was considered the simplest and was popularly used in the past. This is a conventional index of development. പെർ ക്യാപിറ്റ ഇൻകത്തെക്കുറിച്ച് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ഇൻഡീസസിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതും ആദ്യകാലം തുടങ്ങി തന്നെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്നത്. ഇതൊരു കൺവെൻഷണൽ ഇൻഡെക്സ് ആണ്, പരമ്പരാഗതമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. Per capita income is calculated by dividing the national income by population. നാഷണൽ ഇൻകത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ് പെർ ക്യാപിറ്റ ഇൻകം. As per this index, two aspects must be analyzed in order to find out whether a nation has achieved economic development. Growth rate of national income, population growth rate. പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള ഇൻഡെക്സ് ഉപയോഗിച്ച് ഒരു രാജ്യം സാമ്പത്തിക വളർച്ച നേടിയോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം, നാഷണൽ ഇൻകത്തിൻ്റെ വളർച്ചാ നിരക്ക്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ജനസംഖ്യ വളർച്ചാ നിരക്ക്. പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസസ് ഓൺലി വെൻ ദി ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഈസ് മോർ ദാൻ ദി പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. നാഷണൽ ഇൻകത്തിൻ്റെ വളർച്ചാ നിരക്ക്, നാഷണൽ ഇൻകത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനേക്കാൾ, ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പെർ ക്യാപിറ്റ ഇൻകം കൂടുകയുള്ളൂ. നാഷണൽ ഇൻകത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താണ് പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു രാജ്യത്തെ ഒരു വ്യക്തിയുടെ വരുമാനമാണ് പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഇൻകത്തിൻ്റെ വളർച്ചാ നിരക്കിനേക്കാൾ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞിരുന്നാൽ മാത്രമേ പെർ ക്യാപിറ്റ ഇൻകം കൂടുകയുള്ളൂ. ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. പെർ ക്യാപിറ്റ ഇൻകം ഹെൽപ്സ് ഇൻ അസസിംഗ് ദി എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ആസ് കമ്പയർഡ് ടു ദി പ്രീവിയസ് ഇയർ. It is also useful in comparing economic growth of different countries. പെർ ക്യാപിറ്റ ഇൻകത്തിലെ വളർച്ച എക്കണോമിക് ഡെവലപ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മുൻ വർഷങ്ങളിലേതുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനും വിവിധ രാജ്യങ്ങളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കമ്പയർ ചെയ്യുന്നതിനും പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. പെർ ക്യാപിറ്റ ഇൻകം ആസ് എ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഹാസ് സർട്ടൻ ലിമിറ്റേഷൻസ്. Per capita income is an average income. For example, assume that the per capita income of a country is rupees 40,000. This does not mean that each individual of a country receive an income of rupees 40,000. It includes the population earning crores of rupees as well as those with very low income. So this is merely a numerical calculation. Per capita income എന്നത് ഒരു ആവറേജ് ഇൻകം ആണ്. ഉദാഹരണത്തിന് ഒരു രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം 40,000 റുപ്പീസ് ആണെന്ന് കരുതുക. ഇതിനർത്ഥം ആ രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ഇൻകം 40,000 ആണ് എന്നല്ല. ആ രാജ്യത്ത് തന്നെ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ളവരുണ്ടാകാം, അതുപോലെ വരുമാനം തീരെ കുറഞ്ഞവരും ഉണ്ടാകാം.
പെർ ക്യാപിറ്റ ഇൻകം എന്നത് ഒരു ന്യൂമറിക്കൽ കാൽക്കുലേഷൻ മാത്രമാണ്, സംഖ്യാപരമായിട്ടുള്ള ഒരു കണക്ക് മാത്രമാണ് പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളത്. നാഷണൽ ഇൻകത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു ആവറേജ് സംഖ്യ മാത്രമാണ് പെർ ക്യാപിറ്റ ഇൻകം. While calculating economic development on the basis of per capita income, it cannot be claimed that improvement in the quality of living has been attained if the rich-poor disparity persists. പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും റിച്ച് പുവർ ഡിസ്പാരിറ്റി, സാമ്പത്തികമായിട്ട് അന്തരമുള്ളവർ, ദരിദ്രരായിട്ടുള്ളവരും സമ്പന്നരായിട്ടുള്ളവരും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അറ്റൈൻ ചെയ്തു എന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. ജീവിത ഗുണനിലവാരം, ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. Per capita income as a development index ignores factors like education, availability of nutritious food and healthcare facilities that improve the quality of living. Quality of living, ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളായ എഡ്യൂക്കേഷൻ, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഈ ഘടകങ്ങളൊന്നും തന്നെ പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള ഇൻഡെക്സ് ഉപയോഗിച്ച് എക്കണോമിക് ഡെവലപ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും പരിഗണിക്കപ്പെടുന്നില്ല. Concerned only with economic growth, per capita income as a development index does not take into account social welfare and equitable distribution of income. സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറം സമ്പത്തിൻ്റെ തുല്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചോ സോഷ്യൽ വെൽഫെയറിനെ കുറിച്ചോ പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള ഇൻഡെക്സ് പരിഗണിക്കുന്നില്ല. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, PQLI. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് came into use in 1979 when an index more scientific than the per capita income was found necessary. Instead of using per capita income as a single criterion for development, the physical quality of life index take into consideration the following three factors: life expectancy, infant mortality rate, basic literacy. പെർ ക്യാപിറ്റ ഇൻകം എന്ന എക്കണോമിക് ഇൻഡെക്സിനേക്കാൾ കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻഡെക്സിൻ്റെ ആവശ്യകത നിലവിൽ വന്നപ്പോൾ 1979 പ്രയോഗത്തിൽ വന്നതാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള ഒരു ഫാക്ടറിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. എന്നാൽ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ബേസിക് ലിറ്ററസി എന്നീ ഘടകങ്ങളെ കൂടി പരിഗണിക്കുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം, ഒരു വ്യക്തിയുടെ ശരാശരി ആയുസ്. ഇന്ത്യയിലെ ശരാശരി ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം 66.8 ആണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക്. ആസ് പെർ 2011 സെൻസസ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ ഇന്ത്യ ഈസ് 47 per 1000. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ 47 കുഞ്ഞുങ്ങൾക്ക് വിവിധ കാരണങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നു. ബേസിക് ലിറ്ററസി, അടിസ്ഥാന സാക്ഷരത. 7 വയസ്സിന് മുകളിലുള്ളവരിൽ എഴുതാനും വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവിനെയാണ് ബേസിക് ലിറ്ററസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ബേസിക് ലിറ്ററസി 74.04% ആണ്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് വ്യൂസ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്രോസ്പെക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, ഇൻക്രീസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ലീഡ്സ് ടു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇൻക്രീസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എക്കണോമിക് ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നു. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെ ആളുകളുടെ ആരോഗ്യം വർദ്ധിക്കുന്നു. ആരോഗ്യത്തോടെ ആളുകൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ അവർക്ക് കൂടുതൽ രൂപ ലഭിക്കുകയും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എക്കണോമിക് ഡെവലപ്മെൻറ്റും വർദ്ധിക്കുകയും ചെയ്യുന്നു. Introduction of new educational facilities improves quality of education and standard of living. പുതിയ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിലൂടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുകയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിക്കുകയും ചെയ്യുന്നു. മികച്ച വിദ്യാഭ്യാസ നിലവാരത്തിലൂടെ കുട്ടികളെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുന്നു. മികച്ച ജോലികളിൽ ഏർപ്പെടുമ്പോൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം ലഭിക്കുന്നു. Though the physical quality of life index is a better measure of economic development than the per capita income, the fact that it ignores per capita income is a major limitation. Next is Human Development Index. The Human Development Index is based on human development. Let us see how human development has been defined by the United Nations Development Programme (UNDP).
Human development is the expansion process of opportunities that helps the people to improve their human resources. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നത്. മാനവ വികസനം മാനദണ്ഡമാക്കിയിട്ടുള്ള സാമ്പത്തിക വികസനമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. മാനവ വികസനം അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വികസനമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രോസസ്സാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. There are various factors that help in attaining human development. Let us see a few. Improved educational facilities, better healthcare facilities, increased training. All the above mentioned factors contribute to human development. The attainment of human development helps in economic development. Improved educational facilities. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ. ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ. ഇൻക്രീസ്ഡ് ട്രെയിനിങ്. മെച്ചപ്പെട്ട പരിശീലനം. ഇതിലൂടെയെല്ലാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് മാറുന്നതെന്ന് നോക്കാം. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബെറ്റർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, increase in the number of people receiving education, increase in employment opportunity to educated people, increase in income and purchasing power, better standard of living. മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പേർ എഡ്യൂക്കേഷൻ നേടുന്നു. മികച്ച വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് നല്ല ജോലി സാധ്യത ലഭിക്കുകയും ജോലി ലഭിക്കുമ്പോൾ അവരുടെ ഇൻകവും പർച്ചേസിംഗ് പവറും കൂടുകയും ചെയ്യുന്നു. മികച്ച ജീവിത സാഹചര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നു. Human Development Index is prepared on the basis of three main components. They are per capita income, literacy and gross school enrollment rate, life expectancy. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൂന്ന് പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പെർ ക്യാപിറ്റ ഇൻകം, ലിറ്ററസി ആൻഡ് ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി. പെർ ക്യാപിറ്റ ഇൻകം ആളോഹരി വരുമാനം. ലിറ്ററസി ആൻഡ് ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ് സാക്ഷരതയും സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ നിരക്കും. ലൈഫ് എക്സ്പെക്റ്റൻസി ആയുർദൈർഘ്യം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ പരിഗണിക്കുന്നത്. ദ വാല്യൂ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. While 0 indicate least development, 1 depict the highest level of development. 0.82, 0.799 high human development index, 0.5502, 0.699 medium human development, 0.550 and below low human development. Human development index of India is 0.624. The Human Poverty Index was developed by the United Nations Organization complementary to the Human Development Index. Its first report was published in 1997. Human Poverty Index is calculated on the basis of three components. They are longevity, knowledge and a decent standard of living. United Nations തയ്യാറാക്കിയ മറ്റൊരു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്നത്. 1997 ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ലോങ്കവിറ്റി, നോളജ്, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആയുർദൈർഘ്യം, സുദീർഘമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ജീവിതം. നോളജ്, അന്തസ്സുറ്റ ജീവിത നിലവാരം എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. Apart from the above mentioned development indices, the United Nations Organization has recognized the Human Happiness Index as well. This index was originally developed by Bhutan and was later recognized by the United Nations Organization. 9 indicators are considered for the calculation of Human Happiness Index. They are health, standard of living, conservation of nature and biodiversity, social life and neighbor relations,
ഗുഡ് ഗവേണൻസ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, എഡ്യൂക്കേഷൻ, എഫക്റ്റീവ് യൂസ് ഓഫ് ടൈം, മെൻ്റൽ ഹെൽത്ത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അംഗീകാരം നൽകിയ പുതിയൊരു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സാണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ഭൂട്ടാനാണ് അത് വികസിപ്പിച്ചത്. 9 ഇൻഡിക്കേറ്റേഴ്സാണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് പരിഗണിക്കുന്നത്. ഹെൽത്ത്, ജനങ്ങളുടെ ആരോഗ്യം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ജീവിത നിലവാരം, കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമല്ല ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. സോഷ്യൽ ലൈഫ് ആൻഡ് നെയ്ബർ റിലേഷൻസ്, സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധങ്ങളും എങ്ങനെയുള്ളതാണെന്ന് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അയൽപക്ക രാജ്യങ്ങളുമായിട്ട്, ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ടെല്ലാം നല്ല റിലേഷനാണോ പുലർത്തുന്നത് എന്നെല്ലാം ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗുഡ് ഗവേണൻസ്, രാജ്യത്തെ ഭരണം എങ്ങനെയുള്ളതാണ്, അഴിമതിരഹിതമായിട്ടുള്ള ഭരണമാണോ എന്നെല്ലാം ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യമുള്ള രാജ്യമാണോ. എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. എഫക്റ്റീവ് യൂസ് ഓഫ് ടൈം, സമയത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗം. മെൻ്റൽ ഹെൽത്ത്, ജനങ്ങളുടെ മാനസിക ആരോഗ്യം, ജനങ്ങൾ നല്ല മാനസിക ആരോഗ്യമുള്ളവരാണോ എന്നെല്ലാം ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ ഒരു ഇൻഡെക്സാണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നുള്ളത്. ഭൂട്ടാനാണ് അത് ഡെവലപ്പ് ചെയ്തത്. 9 ഇൻഡിക്കേറ്റേഴ്സാണ് അതിൽ പരിഗണിക്കുന്നത്. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ പരിഗണിക്കുന്നത് ഡെവലപ്മെൻറ്റ്, ഒരു രാജ്യത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് 9 ഇൻഡിക്കേറ്റേഴ്സ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യ റാങ്ക്സ് 133 among world's nations in Human Happiness Index 2018. Countries that rank first, second and third are Finland, Norway and Denmark respectively. ഇന്ത്യക്ക് 133ാമത്തെ സ്ഥാനമാണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ. 2018 കണക്കനുസരിച്ച് ഇന്ത്യക്ക് 133ാമത്തെ സ്ഥാനമാണുള്ളത്. ഫിൻലൻഡ്, നോർവേ, ഡെൻമാർക്ക് ഈ രാജ്യങ്ങളാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാമത് നിൽക്കുന്നത് ഫിൻലൻഡാണ്. നമുക്കറിയാം ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിലെ 1ാമത്തെ പൊസിഷനിലുള്ള രാജ്യമാണ് ഫിൻലൻഡ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് അസസ് ചെയ്യുന്നതിന് സഹായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇൻഡീസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, പ്രധാനപ്പെട്ട 4 ഇൻഡീസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.